എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉച്ച നേരത്തെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു ഇടിച്ചക്ക കിട്ടി, അതുകൊണ്ട് ഉപ്പേരി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് മോൾക്ക് സ്കൂളില്ല, പൊങ്ങലിൻ്റെ ലീവാണ്. അപ്പോൾ മോളും വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കണില്ല എന്ന് വിചാരിച്ചതാണ്. പിന്നെ മീൻ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ മത്തിയാണ് കേട്ടോ. അതെന്തായാലും ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലത്തെ കറി ഇരിക്കുന്നുണ്ട്, അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കി. മോള് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ മീൻ വറുക്കാൻ വെച്ചത്. ഇല്ല, ഞാൻ ഈ ഉപ്പേരി മാത്രം കൂട്ടുള്ളായിരുന്നു. അവൾക്ക് ഇന്ന് ലീവാണല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ട്, ഇടിച്ചൊക്കെ പകുതി എടുത്തിട്ട് ഉപ്പേരി വെക്കാമെന്ന് ചോദിച്ചു. ബാക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. തേങ്ങയുടെ ഈ ഇതുണ്ടല്ലോ, ചകിരി, അതുകൊണ്ട് ഈ മുളഞ്ഞ് കളയുക എന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിളായ ഒരു കാര്യമില്ല കേട്ടോ. അതേപോലെ നല്ല ക്ലീനായി കിട്ടും ചെയ്യും. ഞാൻ എപ്പോൾ ചക്ക ഉണ്ടാക്കുമെങ്കിലും ഇതാണ് പോയിട്ട് എടുത്തു വരിക കേട്ടോ. ഇത് എൻ്റെ വീട്ടിൽ എല്ലാവരും ചെയ്യണ ഒരു കാര്യമാണ്. എത്ര നന്നായിട്ട് ഇത് ക്ലീൻ ആവുമെന്നറിയോ. ഈ നാളികേരം പൊളിച്ചതിൻ്റെ ചകിരിയുടെ ഒരു തുപ്പ് എടുത്ത് കൊടുന്നിട്ട് ഇതേപോലെ ചെയ്യും. അപ്പോൾ വേഗം തന്നെ അതിലെ മുളഞ്ഞളൊക്കെ മാറിക്കിട്ടും. പിന്നെ ഞാൻ ഈ ഷീറ്റ് വിരിച്ചാക്കിയാൽ ഈ കൗണ്ടർ ടോപ്പിലൊന്നും ആവില്ല. പിന്നെ ഇത് അടുത്ത വീട്ടിലെ പശു ഉണ്ടായതിന് കൊടുക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അത് മാറ്റി വെച്ചിട്ടു. പിന്നെ ചക്ക നേരേക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് എണ്ണയൊക്കെ കയ്യിലാക്കി. പിന്നെ ഇത് അതേപോലെ അങ്ങോട്ട് പൊതിഞ്ഞെടുത്ത് വെടുക്കോർത്ത് വെച്ചാൽ അവർ വരുമ്പോൾ എടുത്ത് കൊടുത്താൽ മതിയല്ലോ. അത് കളയേണ്ട കാര്യമില്ല, പശുക്കൾക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനത് അങ്ങനെ വെച്ചു. അപ്പോൾ മോൾ അവിടെ ഒരു വിത്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വെള്ളമൊക്കെ ഒഴിക്കുകയാണ് കേട്ടോ. നേരെ നട്ടുച്ചയായി. ഞാൻ തന്നെ 11:30 ആയപ്പോഴാണ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇടിച്ചക്ക ഞാൻ കുക്കറിലിട്ടിട്ട് ഒരു 3 ഫിസിലടിപ്പിക്കുകയും ചെയ്ത്, ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, ചീനച്ചട്ടിയിൽ വേവിച്ചാൽ മതി. പിന്നെ ഇനി സമയം മെഴുകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അത് കുക്കറിലേക്ക് ഇട്ടു എന്നേ ഉള്ളൂ. അതിൽ ഉപ്പ് ഇട്ടു. എന്നിട്ട് ഞാനതൊരു 3 ഫിസിൽ വന്നപ്പോൾ അത് വാങ്ങി വയ്ക്കുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ വടുക്കോർത്ത് ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ആലുവ അടുപ്പാണ്, അത് ഉപയോഗമൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെയൊക്കെ തുടച്ചു. അപ്പോഴാണ് മോളൊക്കെ പൊതിച്ചോറുണ്ടാക്കണം എന്നൊരു മോഹം. ഇല മുറിക്കാൻ പോലും അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ വെട്ടണ്ട, അങ്ങോട്ട് കത്തി കൊണ്ട് ഇങ്ങോട്ട് അരിഞ്ഞെടുത്തോന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തു. മോള് ഇലയൊക്കെ മുറിച്ച് വരട്ടെ. അപ്പോഴേക്ക് ഞാനും കുക്കർ ഫിസിലടിക്കുന്നുണ്ട്. അത് ഓഫാക്കാൻ വേണ്ടി പെട്ടെന്ന് പോയി. അപ്പോൾ അത് 3 ഫിസിൽ വന്നപ്പോൾ അതെടുത്തു. അതിലേക്ക് ഞാൻ ഉള്ളി ശരിയാക്കി വെച്ചിരുന്നു. ഇനി അതെടുത്തൊന്ന് വറുത്തിടണം. പിന്നെ ഇടിക്കല്ലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്റ്റീലിൻ്റെ കിണ്ണത്തിലേക്ക് ചക്ക മാറ്റിയിട്ട് അത് തന്നെ വെച്ച് ഇടിച്ചു കേട്ടോ. ഇനി വേറൊരു പാത്രം എടുക്കണ്ടെന്ന് വെച്ചിട്ട് എങ്ങനെയാണോ എളുപ്പപ്പണി എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ ഞാൻ അതന്നെ കണ്ടുപിടിച്ച് അത് അങ്ങനെ ചെയ്തു. പിന്നെ കുറച്ച് മുളക് ഞാൻ ഇടിച്ചെടുക്കുകയും ചെയ്തു. ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇടുക, അതൊക്കെ എല്ലാവരും ചെയ്യണ പോലെ തന്നെ. പിന്നെ കുറച്ച് അരി ഇടുക, ഉള്ളി ഇടുക, കറിവേപ്പില ഇടുക. പിന്നെ ഞാൻ മുളക് ഇടണില്ല. ഞാൻ ഈ ഇടിച്ച മുളകും പിന്നെ മുളകും അപ്പോൾ ഭയങ്കര എരിയാവുമല്ലോ. പിന്നെ അതുകൊണ്ട് ഞാൻ ഇടിച്ച മുളക് മാത്രം ഇട്ടത്. പിന്നെ ഈ ചക്ക ഞാനിങ്ങനെ ഇടിച്ച് വെച്ചതും അതിലേക്ക് ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടു. ഉപ്പിട്ടിട്ട് നമ്മൾ വേവിച്ച കാരണം കൊണ്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ ഇടാം, അല്ലെങ്കിൽ ഉപ്പിടേണ്ട കാര്യമില്ല. ആദ്യം തന്നെ ഇട്ടതും പാകമാണെങ്കിൽ പിന്നെ ഉപ്പിടണ്ട. അപ്പം മോളുടെ പൊതിച്ചോറ് കെട്ടലായി. ഇടിച്ചക്കയുടെ ഉപ്പേരി അവിടെ ഞാൻ ഇനി അത് വറവിടുക മാത്രമല്ലേ വേണ്ടു. അപ്പോൾ മോള് പറഞ്ഞു പൊതിച്ചോറ് കെട്ടാന്ന്. അവൾക്ക് മാത്രം, എല്ലാ വിഭവങ്ങളൊന്നും ഇല്ല, ഇങ്ങനെയും ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് മാത്രം. ചമ്മന്തി ഉണ്ടായിരുന്നു, മാങ്ങയുടെ ഇന്നലത്തെയാണ്. പിന്നെ മീൻ വറുത്തത് ഉണ്ടായിരുന്നു. പിന്നെ ഇടിച്ചക്ക ഉപ്പേരി. കറി അവൾ ഒഴിക്കണ്ടെന്ന് പറഞ്ഞു. കറി ഒഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒഴിക്കണ്ട പറഞ്ഞു. അത് ഇലയിൽ നിന്ന് പൂവും പുറത്തേക്ക് പറഞ്ഞിട്ട് അത് ഒഴിച്ചില്ല. പിന്നെ പുളിയിഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്രയും കൂട്ടിയിട്ട് ചെറിയൊരു പൊതിച്ചോറ്. അവളുടെ ഒരാഗ്രഹത്തിന് അവളതും കെട്ടി. അവൾക്ക് മാത്രം നിൽക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്നാണ് പറഞ്ഞു. അതുകൊണ്ട് അവളത് കെട്ടി വെച്ചു. അപ്പോൾ അവൾ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് മാത്രം വെറുതെ അതൊന്നും ഇങ്ങനെ വാട്ടിയ ഇലയിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ.
പിന്നെ അത് അവിടെ എടുത്ത് കഴിക്കുകയാണ് ചെയ്തത്. അത് പൊതിച്ചോറ് തുറന്ന് നോക്കി, നന്നായിട്ടുണ്ട്. 10-15 മിനിറ്റല്ലേ വെച്ചുള്ളൂ, കുഴപ്പമൊന്നുമില്ല. കറിയും ഉപ്പിനെ പപ്പടവും ഒക്കെ പൊതിച്ചോറ് തുറന്നതിന് ശേഷമാണ് അവൾ ഒഴിച്ചത്. അപ്പം ഇന്നലത്തെ കൂർക്ക കൊണ്ടുള്ള കറിയായിരുന്നു കേട്ടോ, കൂർക്ക മസാലക്കറിയായിരുന്നു. അപ്പോൾ അവൾ അതൊക്കെ കഴിക്കുകയാണ്. അതാണ് ഇന്നത്തെ പൊങ്കൽ വിശേഷങ്ങൾ. ഇത്രയൊക്കെ ഉള്ളൂ.